ആദ്യം തന്നെ നമ്മുടെ ചങ്ങാതിമാർക്കെല്ലാം ഒരു കിടുക്കാച്ചി നമസ്കാരം ഇരിക്കട്ടെ. ഇതൊരു കിടുക്ക ഐറ്റമായിട്ട് വന്നിരിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ചങ്ങാതിമാർക്കെല്ലാം കൊതിയാവുന്നുണ്ടോ നമുക്കറിയാം. ബീഫ് ഇടിച്ചത് ഇത് വേറെ ലെവലാണ് കേട്ടോ. ഇത് സാധനം കാണുമ്പോൾ തന്നെ വായു വെള്ളം വരുന്നില്ലേ. ഇവൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ പോത്തിറച്ചി നല്ലവണ്ണം അങ്ങ് കഴുകി അങ്ങ് വൃത്തിയാക്കിയെടുക്കുക. ഇച്ചിരി നെയ്യുള്ള ഇറച്ചിയാണെങ്കിൽ നല്ല സൂപ്പറായിരിക്കും കേട്ടോ. അവനങ്ങ് ഒരു 3-4 പ്രാവശ്യം നല്ലവണ്ണം കഴുകിക്കും കേട്ടോ. ഒന്നും നോക്കണം, കണ്ണടച്ചത് ഇതുപോലെ കഴുകി നല്ല സെറ്റാക്കി അങ്ങ് എടുത്തു. നമുക്കൊരു യൂട്യൂബ് ചാനലും കൂടെ ഉണ്ട് കേട്ടോ, അതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതേ പേരിൽ ഷെഫ് നിബുദ് ആൽക്കമിസ്റ്റ്. എന്നിട്ട് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ടുള്ള ഉരുളിയിലേക്ക് ഒരു മറിക്കുക. മറിച്ച ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഇഞ്ചി നീളത്തിലരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളിയും കൂടെ എടുത്തൊരു മറിച്ചു ശേഷം പെരിഞ്ചീരകം ഒരൊറ്റ ഇടയിൽ അങ്ങ് ഇടുക. കുറച്ച് വത്തലമുളകും കൂടെ അങ്ങ് ഇട്ട ശേഷം കറിവേപ്പില നല്ല വാരി വിതറുക. കൂടെ സബോള ഇതുപോലെ അരിഞ്ഞതും കൂടെ ഇട്ട ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ, സാദാ ചില്ലി പൗഡർ, ശേഷം മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇവനാണ് മസാലക്കൂട്ട്. ശേഷം നമ്മുടെ സ്നേഹത്തോടെയുള്ള ഉപ്പും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് ഇവനെ അങ്ങ് നല്ലവണ്ണം അങ്ങ് തിരുമി അങ്ങ് പിടിപ്പിക്കുക. മസാല കണ്ടില്ലേ, നല്ല സ്റ്റൈലായിട്ട് മസാല പിടിപ്പിക്കുക. ഇതങ്ങ് തേച്ച് പിടിപ്പിക്കുക തന്നെ ഈ മസാലയ്ക്ക് തന്നെ നല്ല സ്മെല്ലാണ് വരുന്നത് കേട്ടോ. ചങ്ങാതിമാർ വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കും, വേറെ ലെവലായി സാധനം. എന്നിട്ട് ഇനി ഇവനെ നമുക്ക് വേവിക്കണം. അതാണ് അടുത്ത ചടങ്ങ്. ഇതിലേക്ക് ആദ്യം തന്നെ നമ്മൾ തോക്കെടുത്ത് 1.5 വെടി, ശേഷം അടിയിലേക്ക് ഒരു തീ പിടിപ്പിച്ച ശേഷം ഇവനെ അങ്ങ് മൂടി വെക്കുക. മൂടി വെക്കുമ്പോൾ ബീഫിൽ ആവശ്യത്തിന് വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ വെള്ളം വേണമെങ്കിൽ ഒഴിക്കുക, വേണ്ടെങ്കിൽ ഒഴിക്കണ്ട. ഞാനിതിൽ വെള്ളം ഉണ്ടായിരുന്നു അത്യാവശ്യം, കഴുകിയപ്പോൾ ഉള്ള വെള്ളം എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് അവനെ വെള്ളത്തിലിട്ടൊന്ന് വേവിച്ച ശേഷം പിന്നെ ഉരുളിയിലിട്ട് ഇങ്ങനെ പാകത്തിനിട്ടങ്ങ് റോസ്റ്റ് ചെയ്യുക. നല്ലോണം അങ്ങ് ഉലർത്തിയെടുക്കുക. നല്ല 1.5 ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്ന പോലെ അങ്ങ് ഉണ്ടാക്കിക്കോ. കണ്ണടച്ച് പിന്നെ ഉണ്ടാക്കിക്കോ. ഒരു വെടിക്ക് 2 പക്ഷിയാണ്. ബീഫ് ഫ്രൈയും കിട്ടും, ബീഫ് ഇടിച്ചതും കിട്ടും. കണ്ടില്ലേ, ഇതുപോലെ സ്ലോ ഫയറിലിട്ടങ്ങ് ഉരുളിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അവിടെ ഇരുമ്പ് കടായൊക്കെ ഉണ്ടല്ലോ, ഇരുമ്പ് കടായിലോ ഇട്ട് ഇങ്ങനെ ഇതുപോലെ അങ്ങ് കളറാക്കി എടുക്കാം. അപ്പോൾ ഇവൻ വേവും തോറും ഇവൻ്റെ കളറിങ്ങനെ മാറി 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 വരുന്നത് ചങ്ങാതിമാർക്ക് കാണാൻ പറ്റും. ഇതുപോലെ കളർ മാറി. പിന്നെ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഇങ്ങനെ തളിച്ച് വിടുക. എന്നിട്ട് ഇതുപോലെ ഒരു കരിമുരാന്നുള്ള കളറൊക്കെ ആയി ഒരു പാകത്തിനങ്ങ് വരും. അപ്പോൾ വേണമെങ്കിൽ ഒരു പീസ് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. വേറെ ലെവലാണ് എൻ്റെ ചങ്ങാതി, ഒരു രക്ഷ ഉണ്ടാവില്ല. എന്നും പറഞ്ഞത് നിർത്തല്. അടുത്ത പരിപാടിയിലേക്ക് പോവാണ്. നേരെ മിക്സി ജാറിലേക്ക് ഇവനെടുത്തൊരു മറിക്കുക. കണ്ടില്ലേ, ഇതുപോലെ സ്റ്റൈലായിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് പാകത്തിന് വേണം ഇട്ട് കൊടുക്കാം കേട്ടോ. ശേഷം ഇവനത് 2 അടിയങ്ങ് അടിക്കുക. അടിച്ച ശേഷം ഇതുപോലെ ഈ പാകത്തിനും കിട്ടും. മൊത്തം എടുത്ത് ഇതുപോലെ തന്നെ മിക്സി ജാറിലിട്ട് അടിക്കുക. മിക്സി ജാറിലില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇടിയനുണ്ടെങ്കിൽ ഇടിയൻ വെച്ച് ഇടിച്ചാലും ഒരു പ്രശ്നമില്ല. കാരണം ബീഫ് ഫ്രൈ ആയിക്കുമ്പോൾ ഇടിച്ച് ഒരു പരുവാക്കി എടുത്തു കഴിഞ്ഞാൽ ഇവൻ ആ രൂപത്തിലെടുക്കും. ഇപ്പം ഞാൻ എളുപ്പത്തിൽ മിക്സി ജാറിൽ 2 ഇടിയൊക്കെ ഇടിച്ച് നേരെ എടുത്ത പാത്രത്തിലേക്ക് ഈ ഭാവത്തിലങ്ങ് കിട്ടും. ഈ രൂപത്തിലും ഭാവത്തിലായ ശേഷം നമ്മൾ നേരെ ഉരുളിയിലേക്ക് ഇച്ചിരി കൂടെ വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അത് നേരത്തോടെ ഇങ്ങ് ഒഴിച്ചു കൊടുത്തു. ഒഴിച്ച ശേഷം അതിലേക്ക് വെളുത്തുള്ളി, ചതച്ച വെളുത്തുള്ളി ഇങ്ങിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ചതച്ച വെളുത്തുള്ളി ഇങ്ങിട്ട് കൊടുത്ത ശേഷം ഇവനെ അതിലിട്ട് ഇങ്ങ് റോസ്റ്റ് ചെയ്യുക. അവനൊന്ന് ക്രിസ്പായി ഒരു ലെവലിലായി വരുമ്പോഴേക്ക് നമ്മുടെ ബീഫ് ഇടിച്ചത് ഇങ്ങനെ നേരെ ഒരു മറിക്കുക. സ്നേഹത്തോടെ ഇങ്ങ് മറിച്ചു, കണ്ണടച്ചു. എന്നിട്ട് ഇതുപോലെ ഉലർത്തിയെടുക്കുക. നല്ല രീതിയിൽ ഉലർത്തിയോ. തീ ഒരു ഇച്ചിരി കുറച്ച് നല്ല സ്ലോ ഫയറിലിട്ട് ഇവനെ എങ്ങനെ ഇതുപോലെ മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ടങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോഴേക്ക് ഇവനൊരു കരിമുരാന്നൊരു പാകത്തിലാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് പെരിഞ്ചീരക പൗഡറും കൂടെ ഇങ്ങനെ സ്നേഹത്തോടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇവനെ ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്യുക. ഇപ്പം നല്ല മുരിഞ്ഞ ഒരു പരുവത്തിലായിട്ടിരിക്കും കേട്ടോ. ആ പാകത്തിനായിട്ടിരിക്കുമ്പോഴേക്ക് അതിലേക്ക് ഇച്ചിരി ഒരു ലെമൺ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങ് പിഴിഞ്ഞൊഴിക്കുക. അപ്പോഴേക്ക് വേറെ ലെവലാണ് എൻ്റെ ചങ്ങാതി, ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പം സംഭവം കേട്ടോ വേറെ ലെവലായി. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ, ഒരു രക്ഷയില്ല. ഇവൻ നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെ ഏതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്കിത് പിടിക്കാം. വേണമെങ്കിൽ എടുത്ത് അടച്ച് പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സുഖമായിട്ടൊരു 3-4 ആഴ്ച ധൈര്യമായിട്ട് ഇവനെ കഴിക്കാം. ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. കണ്ടില്ലേ, കരിമുരാന്നിരിക്കുന്ന ബീഫ് ഇടിച്ചത്
നേരെ ഇതുപോലൊരു ചപ്പാത്തിയിലേക്ക് ഇങ്ങ് വെച്ച് കൊടുക്കുക. ഉണ്ടല്ലേ, കാണാൻ തന്നെ ഒരു രസമല്ല എൻ്റെ ചങ്ങാതി. കാണുമ്പോൾ തന്നെ ചങ്ങാതിമാർക്കെല്ലാം കൊതി വരും. നേരെ കടയിലൊക്കെ വെക്കും, 1 കിലോ ബീഫങ്ങ് മേടിച്ചു, ഒന്നും നോക്കണ്ട, കണ്ണടച്ച് ഒരു ഇച്ചിരി നെയ്യുള്ള ബീഫങ്ങ് മേടിക്കാനും നല്ലതായിരിക്കും. എന്നിട്ട് നല്ല ചൂട് കട്ടൻ ചായയും കൂടെ വെച്ചിട്ട് ഒരു പിടുത്തങ്ങ് പിടിക്കുക. ഇത് കട്ടൻ ചായ തന്നെ കേട്ടോ, വേറെ ഒന്നും തെറ്റിദ്ധരിക്കണ്ട ചങ്ങാതിമാർ. എന്നിട്ട് അതും കൂടെ പിടിച്ച ശേഷം നേരെ ഈ പീസ് ഇങ്ങനെ പരിപുരാന്നിരിക്കുന്ന പീസ് എടുത്ത് നോക്കിയ ശേഷം എൻ്റെ ചങ്ങാതി കണ്ണടച്ചൊരു പിടുത്തങ്ങ് പിടിച്ചു, ഒന്നും നോക്കണ്ട, വേറെ ലെവലാണ് എൻ്റെ ചങ്ങാതി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനങ്ങൊരു പിടുത്തം പിടിക്കും കേട്ടോ, നിങ്ങളുടെയൊക്കെ സമ്മതത്തോടെ കേട്ടോ, എന്നെ ഇടിക്കാൻ വരില്ല. അപ്പം നിങ്ങളുടെ എല്ലാ സമ്മതത്തോടുകൂടി ഞാൻ തന്നെ ഒരു പിടുത്തം പിടിക്കും, ഒരു രക്ഷയില്ല എൻ്റെ ചങ്ങാതി. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ആ യൂട്യൂബ് ചാനലും കൂടെ ഒന്ന് തള്ളി ഇങ്ങോട്ട് ഒരു സൈഡിൽ കൂടെ എൻ്റെ ചങ്ങാതിമാരേ.